പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് തോന്നിയോ? പെട്ടെന്ന് പുറത്താവാൻ തോന്നിയോ? ഇപ്പോഴാ പെട്ടെന്ന് പുറത്താവുമെന്ന് തോന്നിയില്ല, കുറച്ചും കൂടെ നിൽക്കുമെന്ന് തോന്നിയായിരുന്നു. ഇപ്പം നന്നായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ കളിച്ച് വരുമായിരുന്നു. ശൈത്യനെ സംബന്ധിച്ച് ശൈത്യക്ക് യാതൊരു രീതിയിലും ഒരു ഹെയ്റ്റൊന്നും വന്നിട്ടില്ല പുറത്തേന്ന് ഇറങ്ങിയ. പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ ശൈത്യയുടെ മാത്രമായിട്ടുള്ള രീതിയിലാണ് കളിച്ചതൊക്കെ തന്നെ. അതെ, നമ്മൾ ജെന്യുവനായിട്ട് നിന്നാണ് കളിച്ചത്. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തത് എന്തെങ്കിലും വിനയായിട്ടുണ്ടോ? എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായല്ലോ അനുമോൾ എങ്ങനെയുള്ള ആളാണ്. അങ്ങനൊന്നും ഇല്ല. അനുമോള് നല്ല കുട്ടിയായിരിക്കും. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവളങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല. എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളാണ്. അങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന ഒരാളല്ല. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായോ മോളിങ്ങനെ? ഇല്ല, എനിക്ക് വിഷമം പോരുന്നതിൻ്റെ വിഷമം ആർക്കായാലും ഉണ്ടാകും. പിന്നെ സന്തോഷമേ ഉള്ളൂ. കാരണം ഇത്രയും ദിവസം 35 ദിവസം നിൽക്കാൻ പറ്റിയില്ല. അത് തന്നെ വലിയൊരു കാര്യം. എന്നുവെച്ചാൽ ഒരു ദിവസം അതിനകത്ത് കയറി നിൽക്കുക എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു ഇതല്ലേ. അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവർക്ക് ഇത്രയും ദിവസം അതിനകത്ത് നിൽക്കാൻ പറ്റി. അത് തന്നെ ഭയങ്കര സന്തോഷം. ഇല്ല, ആദ്യമായിട്ടാണ്. അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അമ്മയും മോളും ഒരു റിയാലിറ്റി ഷോയിൽ ഇതുപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മോനെ അതൊന്നും എനിക്ക് പറയാനെ കൊണ്ട് ഒരു താല്പര്യമില്ല. അതുപോലെ തന്നെ അങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അപ്പം മകൾക്ക് എത്രത്തോളം ഇതുണ്ടായിരുന്നു? ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ടായിരുന്നു? പ്രതീക്ഷയാ? അവള് നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും മകളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്? ബിഗ് ബോസിൽ പോയി ഇപ്പം അവളെ ഞാൻ കാണുമ്പോൾ ഒരു മാസമായില്ലേ കണ്ടിട്ട്. ആദ്യമായിട്ട് വെച്ചാൽ ഇത്രയും നാളും പിരിഞ്ഞിരിക്കുന്നത്. 2 ദിവസം 3 ദിവസം കൂടുതലൊന്നും പിരിഞ്ഞിരിക്കാറില്ല. ആദ്യമായിട്ട് ഇത്രയും ദിവസം പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് വിളിക്കാൻ പറ്റിയത് അവളെ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഞാനിങ്ങനെ നിൽക്കുക. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ മുന്നിൽ. അയ്യോ, അതൊന്നും എനിക്കിപ്പം പറയാൻ അറിയത്തില്ല മോനെ. എല്ലാവരും ഒരുപോലെ നല്ലതായിട്ട് കളിച്ച് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ലാസ്റ്റൊക്കെ ആകുമ്പോഴല്ലേ ആരാ വിന്നറാകുന്നതെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നന്നായിട്ടാണ് കളിക്കുന്നത്. അമ്മ ഇപ്പം എവിക്ഷനിൽ പോകുന്ന വിചാരിച്ചിരുന്നോ? അല്ലാതെ പെട്ടെന്നൊരു വ്യക്തിയുടെ ആയിരുന്നു? ഇല്ല, പോകുമെന്നൊന്നും ഞാൻ വിചാരിച്ചൊന്നുമില്ല. പിന്നെ ദൈവം നിർത്തുന്നെങ്കിൽ നിർത്തിട്ട് പോരുവാണെങ്കിൽ പോരട്ടെ, അത്രയേ ഉള്ളൂ. അനുമോളെ ഇഷ്ടമാണോ? എനിക്ക് അതിനകത്ത് എല്ലാവരെയും ഇഷ്ടമാണ്. ഒരാളെ ഒഴിച്ച് മസ്താനിയെ മാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടായിരിക്കും. അതിനെ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അഹങ്കാരം എനിക്കറിയില്ല. ഞാനതിനെ മുന്നേ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇൻ്റർവ്യൂ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അതിന് കയറിയിട്ട് അതിൻ്റെ സംസാരമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇഷ്ടം. എൻ്റെ മക്കളെ എങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല പറയാം. മതി ഇത്ര മതി. അച്ഛനാണോ? അച്ഛാ ഹായ്. അച്ഛനിങ്ങനെ പുള്ളിക്ക് പോയിട്ടൊന്നും വലിയ താല്പര്യമില്ല. ശൈത്യം നല്ല രീതിയിൽ കളിച്ചോ. എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ. അത് നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെ പറയണേ. കാരണം അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കമന്റുകളൊന്നും ഫാൻസുകാരും PR-കാരൊക്കെ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബിഗ് ബോസിനകത്ത് ഉള്ളവർ തമ്മിലല്ല മത്സരം. പുറത്തുള്ള PR-കളാണ് തമ്മിൽ അടിച്ച് ഫാൻസുകാരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. അതൊക്കെ നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ ഷോ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. സത്യസന്ധമായിട്ട് പോകും. ഈ PR-കളെയൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ. പോലത്തെ ഊള കണ്ടസ്റ്റൻസ് ഔട്ടായി അതേ ദിവസം തന്നെ ശൈത്യനെ പോലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ഔട്ട്. അങ്ങനൊന്നും ഇല്ല. രേണു ഊളയൊന്നും അല്ല. അവള് നല്ല കുട്ടി തന്നെയാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? രേണു അതിനകത്ത് കയറിയപ്പോൾ നല്ല ആള് തന്നെയാണ്. രേണുവിനെ ഒന്നും ഞാൻ കുറ്റം പറയാനൊന്നും. എന്തോ അവിടുത്തെ റേഷൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടില്ല. രേണുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ നിന്നിട്ടുണ്ട്. രേണു അങ്ങനെ അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. പ്രാർത്ഥനയൊക്കെ. ഓക്കെ ചേച്ചി.